ആദ്യം ശ്രീ രാജേഷ് ചിറപ്പാട്, തങ്ങൾക്ക് ജീവനിൽ ഭീഷണിയുണ്ടെന്നു കാട്ടി കൊല്ലപ്പെട്ട സുധാകരനും മക്കളും പോലീസ് സ്റ്റേഷനിലെത്തി അറിയിച്ചതാണ്. ഭീഷണിയുണ്ട്, സുരക്ഷ വേണമെന്ന്. പക്ഷേ പോലീസ് അത് വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല, കൈകാര്യം ചെയ്തില്ല, ഗൌനിച്ചില്ല. തീരെ പ്രതീക്ഷിക്കാത്ത അതിദാരുണമായിട്ടുള്ള ഈ കൊലപാതകങ്ങൾ ഒരുപക്ഷെ ഒഴിവാക്കാമായിരുന്നു അന്ന് പോലീസ് വേണ്ട രീതിയിൽ ഇടപെട്ടിരുന്നെങ്കിൽ. എന്തുകൊണ്ടാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ അലക്ഷ്യമായൊരു സമീപനം ഉണ്ടായത്? സ്വന്തം വീട്ടിൽ പോലും സുരക്ഷിതരല്ലാത്ത ഒരവസ്ഥയിൽ സാധാരണക്കാർ പിന്നെ ആരെയാണ് സുരക്ഷയുടെ കാര്യം പറഞ്ഞ് തേടി ചെല്ലേണ്ടത്? കേരളത്തിന്റെ മനസാക്ഷിയെ നടുക്കിയ ഒരു കൊലപാതക പരമ്പര എന്നുള്ള നിലയിൽ കാണാവുന്ന ഒന്നാണ് നെന്മാറയിലെ കൂട്ടക്കൊലപാതകം. ഇതിലെ ഈ ടൈറ്റില് ജീവനെടുത്തത് അനാസ്ഥയോ എന്ന് ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ അതിലൊരു വസ്തുതാപരമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ പെശകളുണ്ട്. ഒന്നാമത്തെ കാര്യം, ജാമ്യത്തിലിറങ്ങിയ ഒരു പ്രതി ഈ കുടുംബത്തിന്, ഈ കൊല ചെയ്യപ്പെട്ട ഇപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ കുടുംബാംഗങ്ങൾ പോലീസിൽ പരാതിപ്പെടുന്നു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് യഥാർത്ഥത്തിൽ ഈ പ്രതി ഒരു കൊലപാതക കേസിൽ ജയിലിൽ കിടന്നിരിക്കുന്ന സമയം തന്നെ അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള മനസാക്ഷിയിൽ യാതൊരു തരത്തിലുള്ള കുറ്റബോധം ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം വീണ്ടും പുറത്തിറങ്ങിയത് തന്നെ, ജാമ്യത്തിൽ ഇറങ്ങുന്നത് തന്നെ മറ്റു പലതരത്തിലുള്ള കൊലപാതകത്തിലേക്ക് അയാളെ നയിക്കുന്നതിന് വേണ്ടിയാണ്. അത് അയാൾ തീരുമാനിച്ചിട്ട് തന്നെ വന്ന ഒരവസ്ഥയുണ്ട്. ഈ ഒരവസ്ഥ മുൻകൂട്ടിൽ കാണുന്നതിൽ പോലീസുകാർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്ത് നിന്ന് ഈ വീട്ടുകാർ പോലീസിന്റെ മുന്നിലേക്ക് എത്തിയപ്പോൾ പോലീസുകാർക്ക് വേണ്ടത്ര ജാഗ്രത കാണിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ ഇൻസ്പെക്ടറെ അടക്കം സസ്പെൻഡ് ചെയ്യുന്നൊരു നില ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ വസ്തുതയാണ്. അപ്പം ഇതിനകത്ത് ഞാൻ പറഞ്ഞത് വന്നത് ഈ അനാസ്ഥ മാത്രമാണ് ഈ കൊലപാതകം എന്നുള്ള നിലയിലേക്ക് നമുക്കതിനെ കാണാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും വർഷം ജയിലിൽ കിടന്ന് ഒരു കൊലപാതകത്തിൽ ജയിലിൽ കിടന്നതിന് ശേഷം ബാക്കി അവശേഷിക്കുന്ന അയാളുടെ പ്രതികാരത്തിന് ഇരയായി തീരേണ്ട ആളുകൾ പുറത്തുണ്ടെന്നുള്ളത് മനസ്സിലാക്കുകയും ഇത്രയും കാലം ജയിലിന്റെ അകത്ത് കിടന്ന ഒരു മനുഷ്യന് ഒരു തരത്തിലുള്ള മാനസാന്തരമോ ഒരു തരത്തിലുള്ള കുറ്റബോധമോ ഒരു തരത്തിലുള്ള ഒന്നുമില്ലാതെ, അതാണ് പറഞ്ഞത്, പോലീസിന്റെ ഭാഗത്തുനിന്ന് അനാസ്ഥ ഉണ്ടായിട്ടില്ലേ? കാരണം താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ യാതൊരു തരത്തിലുള്ള കുറ്റബോധവും ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു സർവൈലൻസ് വേണ്ടേ? ജാമ്യത്തിൽ നിൽക്കുന്ന ഒരു പ്രതിയല്ലേ? ആ ഒരു പഞ്ചായത്തിൽ പോലും കടന്ന് കയറാൻ പാടില്ല എന്ന ജാമ്യ വ്യവസ്ഥ നിലനിൽക്കെ എങ്ങനെ കയറി? പോലീസ് കൃത്യമായി നിരീക്ഷിക്കണ്ടേ? അല്ല, അതിന്റെ ഭാഗത്ത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ചില വീഴ്ചകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അജിത് കുമാർ എന്ന് പറയുന്ന അദ്ദേഹം ഈ ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു നിലയുണ്ടായിട്ടുണ്ട്. അതുവരെയുള്ള അത്തരം കാര്യങ്ങളാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് വിശദാംശങ്ങൾ അറിയാൻ കഴിയുന്നത്. അപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ജാഗ്രത കുറവുണ്ടായിട്ടുള്ള കാര്യത്തിൽ നമ്മൾ സംശയമില്ലല്ലോ. അത് പോലീസ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ അതല്ല അതിന്റെ ചർച്ചയുടെ വിഷയം, ഫോക്കസ് അതായി ആകേണ്ടതല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെ ഈ കൊലപാതകത്തിൽ രണ്ടുപേരെയാണ് ദാരുണമായി കൊന്നിരിക്കുന്നത്. കേരളത്തിന്റെ മനസാക്ഷി മുഴുവൻ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഒരു കൊലപാതക കേസിൽ പ്രതിയായി ജയിലിൽ പോവുകയും കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ പോവുകയും അതിന്റെ ഭാഗം ജാമ്യം എടുത്തു വരുമ്പോൾ ഇത്രയും കാലയളവിൽ ആ കൊലപാതകിയായിട്ടുള്ള വ്യക്തിക്ക് ഒരു തരത്തിലുള്ള മനസ്താപവും ഉണ്ടായില്ല എന്നുള്ളതാണ്. അപ്പം ഏത് തരത്തിലുള്ള മനോനിലയാണ് അദ്ദേഹത്തിനുള്ളത്? അല്ലെങ്കിൽ കേരളത്തിന്റെ പൊതുബോധത്തിൽ ഇത്തരത്തിലുള്ള ക്രിമിനലുകളുടെ മനോനിലയെ എങ്ങനെയാണ് നിലനിൽക്കുന്നത്? ഇതിനെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് നമുക്ക് ഉയർന്നു വരേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലാതെ കേവലമായിട്ടുള്ള പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ജാഗ്രതക്കുറവിനെ സംബന്ധിച്ച് പോലീസ് അതിന്റെ ഇപ്പം കൂടുതൽ ജാഗ്രതപ്പെടുകയും ആ പ്രതിയെ പിടിക്കുകയൊക്കെ നിലയുണ്ടായിട്ടുണ്ടല്ലോ. അപ്പം അതെല്ലാം സംഭവിക്കുന്നുണ്ട്. അപ്പം ഇതിന്റെ ചർച്ചയെന്ന് പറയുന്നത് വർദ്ധിച്ചു വരുന്ന വയലൻസ് എങ്ങനെയാണ് പൊതുസമൂഹത്തിൽ ബാധിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഒരു കുറ്റബോധവുമില്ലാതെ ഇപ്പം തന്നെ നമ്മൾ കണ്ടതാണ് എന്താണ് സംഭവിച്ചത്? ഈ പ്രതി വളരെ ഒരു തരത്തിലുള്ള മനസ്താപവുമില്ലാതെ ഒരു തരത്തിലുള്ള കുറ്റബോധവും ഇല്ലാതെയാണ് പ്രതി ഇനിയും 3 പേരെ കൂടി വകവരുത്താനുണ്ടെന്നാണ് പറഞ്ഞത്. എന്നെ ശിക്ഷിച്ചോളൂ എന്നാണ് പറഞ്ഞത്. ഒരു തരത്തിലുള്ള മനസ്താപവുമില്ല. എന്തുകൊണ്ടാണ്? അതിന്റെ പിന്നിൽ ഇത്രമാത്രം ആ പ്രതിയെ കൊണ്ട് പറയിപ്പിക്കുന്നതിന്റെ പിന്നിലുള്ള ഐഡിയോളജി എന്താണ്? അല്ലെങ്കിൽ അതിന്റെ പിന്നിലുള്ള പ്രത്യയശാസ്ത്രം എന്താണ്? അതിന് പിന്നിലുള്ള വിശ്വാസം എന്താണ്? ഇതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം. ശരി.